വെൽക്കം ടു വണ്ടർ ഓഫ്. അപ്പോൾ നമ്മളിന്ന് പതിവിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നുമല്ല, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ചാനലിൻ്റെ പേരിലുമായിട്ട് നമ്മൾ കുറച്ച് തൈകൾ നടാം എന്നൊരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു 8-10 ആര്യവേപ്പിലയുണ്ട്, ദെൻ ഒരു 2-3-4 ഞാവൽ മരമുണ്ട്. അപ്പോൾ നല്ല മരമാണ് ആര്യവേപ്പില. കാരണം എല്ലാവർക്കും അറിയാം, ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട്, അതുപോലെ നല്ല തണലും തരും. അതിനെക്കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലം ആയതുകൊണ്ട് ഒരുപാട് പേര് വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവരവരുടെ വീടിന് പരിസരം അറ്റ്ലീസ്റ്റ് ഇന്നൊരു എൻവറോൺമെൻറ്റിൻ്റെ എൻ്റെ പരിഗണനയിലെങ്കിലും അവരവരുടെ പരിസ്ഥിതി വൃത്തിയാക്കുക. അല്ലാതെ പറ്റിയാൽ 1-2 നല്ല മരങ്ങൾ ഇതുപോലെ അവരവരുടെ പരിസരത്ത് നട്ടാൽ നമുക്ക് നല്ലൊരു പരിസ്ഥിതി സൃഷ്ടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു എൻവറോൺമെൻറ്റ് ഡേക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇതുപോലെ തൈകൾ നടുന്നതും നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു തൈ വീതമെങ്കിലും നട്ടാൽ അത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാമപ്രദേശത്ത് കുറച്ച് വിജനമായ സ്ഥലങ്ങളുണ്ട്, മീൻസ് വിജനം എന്നല്ല, കുറച്ച് ചെടികൾ കുറവുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് നമുക്കിത് ഈ തൈകളൊക്കെ നടാം. പാലക്കാട് കുറച്ച് മഴൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഇത്തിരി മണ്ണിൽ ഓതും കുറവാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ മഴ വന്നാലും വരും. നല്ല മഴയ്ക്കുള്ള കോളുണ്ട്. ഇപ്പോൾ നമ്മൾ മണ്ണ് വെട്ടിയിട്ട് മണ്ണ് നന്നായി കൂട്ടി അമർത്തി കൊടുക്കുക. ഇതൊരു ഞാവൽ മരമാണ്. ഏകദേശം ഒരു 2-3 മാസം പ്രായമായിട്ടുള്ളൂ. ഇത് നമ്മുടെ പറമ്പിൽ അവിടെ ചുമ്മാ മുളച്ച് കിടക്കുന്ന തൈകളാണ്. അപ്പോൾ നമ്മൾ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടാകുമ്പോൾ അതിന് പറിച്ച് കളയുക ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളത് പറിച്ചിട്ട് ഇതുപോലെ പരിസരത്ത് കൊണ്ടുവന്ന് നടാമെന്ന് വെച്ച്. അപ്പോൾ നമ്മുടെ അടുത്ത് തെയ്യം വെച്ചു കൊടുക്കാം. നല്ല കളിമണ്ണാണ് ഇവിടെ. അപ്പോൾ അവസാനത്തെ നമ്മൾ ഈ ഞാവലും കൂടി രണ്ടും ഒരുമിച്ച് വയ്ക്കണം. കാരണം ചെറിയ ചെറിയ തൈയാണ്, അപ്പോൾ ഒന്ന് വിട്ടാലും
ഒന്ന് പിടിക്കട്ടെ എന്നൊരു കോൺസെപ്റ്റിലാണ് 2 തൈയും കൂടെ ഒരുമിച്ച് വെച്ചത്. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ധർമ്മം കൂടിയുണ്ട്. വെച്ച കൈ കൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഒരു ചൊല്ലുണ്ട്, മരം വെച്ചാൽ മാത്രം പോരാ, വെള്ളം ഒഴിക്കണം. മഴ വരുന്ന കോളൊക്കെ ഉണ്ട്, പക്ഷേ മഴ എപ്പോൾ വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം മറക്കാതെ വെച്ച എല്ലാ തൈകൾക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ വെച്ച ചെടിക്ക് ഞാൻ തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്ത് വേപ്പ് മരമാണല്ലേ നീ വെച്ച്? സംഗതി മഴ സീസൺ തുടങ്ങിയതുകൊണ്ട് നല്ല മഴ കിട്ടിയാൽ ഉഷാറായിട്ട് പിടിക്കും. ഇപ്പം നമ്മൾ വെച്ച ഏകദേശം എല്ലാ ചെടിക്കും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ മരങ്ങളും നമ്മൾ നട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാലക്കാട് ഇനി മഴ അത്രത്തോളം പിടിച്ച് തുടങ്ങിയിട്ടില്ല. വൈകുന്നേരത്തുള്ള 1-2 മഴയെങ്കിലും കിട്ടും ചെറിയ രീതിയിൽ. അപ്പോൾ ചെടികളൊക്കെ ഒന്നും കൂടി പുഷ്ടിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം അറ്റ്ലീസ്റ്റ് നിങ്ങളിൽ ഓരോരുത്തരെങ്കിലും ഒരു ചെടി വീതം, ഒരു മരം വീതം നിങ്ങളുടെ പരിസരത്ത് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ എന്താ ഗുണം എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. എത്രത്തോളം ചെടികൾ വളരുന്നുവോ അത്രത്തോളം നമുക്ക് നല്ല ശുദ്ധ ഓക്സിജൻ ലഭിക്കും. അത് നമ്മൾക്കും മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അത്യാവശ്യമായ ഒന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.